പ്രശാന്ത് കൃഷ്ണ നമുക്കൊപ്പം വിശദാംശങ്ങളുമായി ചേരുകയാണ്. പ്രശാന്ത്, ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തതും വാർത്തയ്ക്ക് പിന്നാലെ ഇതൊരു മാധ്യമ സൃഷ്ടി മാത്രമാണ് സപ്ലൈകോയിലെ പ്രശ്നങ്ങളെന്ന് ഭക്ഷ്യമന്ത്രി പറഞ്ഞതും ഇപ്പോഴും ഓർമ്മയിലുണ്ട്. അത് അങ്ങനെയല്ല എന്നുള്ള കാര്യം ഭക്ഷ്യമന്ത്രി തന്നെ ഇപ്പോൾ പറയുന്നു. സാമ്പത്തികമായിട്ടുള്ള സഹായം സർക്കാരിൽ നിന്ന്, ബജറ്റിൽ നിന്ന് ഈ സപ്ലൈകോയ്ക്ക് കിട്ടുന്നില്ല എന്ന് അദ്ദേഹം പറയുന്നു. അദ്ദേഹത്തിന് തന്നെ കാര്യങ്ങളൊക്കെ ബോധ്യപ്പെട്ട രീതിയിലേക്ക് പോവുകയാണ്. നിലവിലിപ്പോൾ എന്താണ് നമ്മുടെ സപ്ലൈകോയുടെ അവസ്ഥ? പക്ഷേ ഇതുപോലെ ഓഗസ്റ്റ് മാസത്തിൽ ഇതുപോലെ ലൈവ് നിൽക്കുന്ന സമയത്ത് അക്ഷയ തന്നെയായിരുന്നു അന്ന് ആങ്കർ ചെയ്യുന്നത്. അന്ന് ഭക്ഷ്യമന്ത്രി പറഞ്ഞത് ഇത് മാധ്യമ സൃഷ്ടി എന്നാണ്. പിന്നീട് അദ്ദേഹത്തിന് തന്നെ അത് മാധ്യമ സൃഷ്ടി അല്ലെന്ന് ബോധ്യമായതുമാണ്. അപ്പോൾ ഇതെല്ലാം ഈ സംഭവങ്ങൾ മാസങ്ങൾ കഴിഞ്ഞു. ഈ പ്രതിസന്ധി എല്ലാം എല്ലാവർക്കും ബോധ്യമായി. അതിനുശേഷമാണ് ഈ ബജറ്റിൽ ഈ പണം അനുവദിക്കുന്നു വന്നപ്പോൾ വെറും 10 കോടി രൂപ നവീകരണത്തിന്, മാർക്കറ്റ് ഇൻ്റർവെൻഷൻ എന്ന് പറഞ്ഞ് 205 കോടി രൂപ അത് ആകെയാണ് എന്ന കാര്യം മനസ്സിലാക്കണം. സപ്ലൈകോയ്ക്ക് എന്ന രീതിയിൽ ഈ ബജറ്റിൽ വകയിരുത്തിയിരിക്കുന്നത് 10 കോടി രൂപ മാത്രമാണ്. അതും ഔട്ട്ലെറ്റുകൾ നവീകരണത്തിന്. ഇവിടെ പ്രശ്നം ഔട്ട്ലെറ്റുകൾ നവീകരിക്കുക എന്നതല്ല പ്രശ്നം, അവിടെ ഒഴിഞ്ഞു കിടക്കുന്ന റാക്കുകൾ. ഇന്നലെ ഞങ്ങൾ 3 പേർ അവിടെ ചെല്ലുമ്പോൾ കിഴക്കേക്കോട്ടയിലെ പീപ്പിൾസ് ബസാറിൽ ഒഴിഞ്ഞ റാക്കുകളുടെ എണ്ണം മുൻ മാസങ്ങളിലെക്കാളും കൂടുതലാണ്. ആകെ അവിടെ ചെറുപയർ മാത്രമാണുള്ളത്. അതായത് ഏറ്റവും പ്രധാനം, മുൻപെല്ലാം നമ്മൾ ഈ സപ്ലൈകോയിലെ സാധനങ്ങളുടെ ക്ഷാമം നമ്മൾ റിപ്പോർട്ട് ചെയ്യാൻ പോകുമ്പോൾ അവിടെ ഈ വാങ്ങാൻ വരുന്ന അല്ലെങ്കിൽ ആവശ്യക്കാർ തേടി വരുന്നവരുടെ എണ്ണമെങ്കിലും ഉണ്ട്. ഇന്നലെ ഉച്ചയ്ക്ക് ഏറെ തിരക്കേറിയ സമയത്ത്, വൈകിട്ട് സമയത്ത് നമ്മൾ പോകുമ്പോൾ ഞങ്ങൾ നിൽക്കുമ്പോൾ ഒരാൾ പോലും വന്നിട്ടില്ല. ഇറങ്ങുന്ന സമയത്താണ് 2 പേർ അന്വേഷിച്ച് വരുന്നത്. അതായത് സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ ഇപ്പോൾ ആളുകൾ, സാധാരണക്കാരായ ജനം മുൻപെല്ലാം ആശ്രയിച്ചുകൊണ്ടിരുന്ന ജനങ്ങൾ വരാൻ പോലും തയ്യാറാകുന്നില്ല. കാരണം അവിടെ വന്നിട്ട് കാര്യമില്ല. ഈ ഓട്ടോയുടെയും ബസ്സിൻ്റെയൊക്കെ കൂലി കൊടുത്ത് അവിടെ വന്ന് സാധനം വാങ്ങാൻ വരുമ്പോൾ അവിടെ സാധനമില്ല. അപ്പോൾ അങ്ങനെ അതും അവർക്ക് മറ്റൊരു നഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ആരും ഇപ്പോൾ സപ്ലൈകോയിലേക്ക് കയറുന്നില്ല. ചുരുക്കത്തിൽ പറഞ്ഞാൽ സപ്ലൈകോ പൂട്ടുന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നതാണ് ഭക്ഷ്യവകുപ്പ് വൃത്തങ്ങൾ തന്നെ വ്യക്തമാക്കുന്നത്. ഏകദേശം ഒരു 300 കോടി രൂപയെങ്കിലും ഇല്ലാതെ സപ്ലൈകോ പഴയ രീതിയിൽ ഒന്ന് പൊക്കിയെടുത്തുകൊണ്ട് വരാൻ അവർക്ക് സാധിക്കില്ല എന്നതാണ്. അതുകൊണ്ട് തന്നെ ഒരു അടിയന്തര സഹായമായി 500 കോടിയെങ്കിലും ഈ ഒരു പാക്കേജ് എങ്കിലും അനുവദിക്കുമെന്നായിരുന്നു ഭക്ഷ്യവകുപ്പ് പ്രതീക്ഷിച്ചത്. ഈ ഒരു പ്രതീക്ഷ നിറവേറ്റുന്ന തരത്തിലുള്ള നിർദ്ദേശം ബജറ്റിൽ ഉണ്ടാകാത്തതുകൊണ്ട് തന്നെയാണ് ബജറ്റ് കഴിഞ്ഞതിന് ശേഷം സാധാരണഗതിയിൽ ഈ ഭക്ഷ്യമന്ത്രിയെ അല്ലെങ്കിൽ ഈ ധനമന്ത്രിയെ മറ്റു മന്ത്രിമാരൊക്കെ വന്ന് അഭിനന്ദിക്കുകയും കൈ കൊടുക്കുകയും ഹസ്തദാനമൊക്കെ ചെയ്യുന്നതാണ്. ഇത്തവണ ഭക്ഷ്യമന്ത്രിയുടെ ഭാഗത്ത് അങ്ങനെ ഒരു സമീപനം ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം വന്ന് കൈ കൊടുക്കാനോ ക്ഷയിക്കാനൊന്നും നിൽക്കാതെ തന്നെ ഈ സപ്ലൈകോയോട് കാണിച്ച അവഗണനയിൽ പ്രതിഷേധിച്ചുകൊണ്ട് അദ്ദേഹം വേഗത്തിൽ തന്നെ ഇറങ്ങി പോവുകയാണ് ചെയ്തത്. ഒരു കാര്യം വ്യക്തമാണ്, ഏകദേശം ഒരു 1500 കോടി 525 കോടി രൂപയുടെ കുടിശ്ശികയാണ് സപ്ലൈകോയ്ക്ക് സംസ്ഥാന സർക്കാർ നൽകാനുള്ളത്. 2016 വരെ, അതായത് UDF സർക്കാർ ഇറങ്ങുന്ന സമയത്ത് സപ്ലൈകോയ്ക്ക് ഉണ്ടായിരുന്ന കുടിശ്ശിക ഈ പറഞ്ഞതുപോലെ തന്നെയുള്ള പ്രശ്നങ്ങളൊക്കെ ചൂണ്ടിക്കാണിക്കപ്പെടുമ്പോൾ ഇതാ കേരളം കേന്ദ്രത്തിനെതിരായിട്ടുള്ള, കേന്ദ്രം കൈയൊഴിയുന്നു, കേന്ദ്രം ഒന്നും ചെയ്യുന്നില്ല, കേന്ദ്രത്തിന്റെ കടന്നുകയറ്റം എന്നൊക്കെ ആരോപിച്ചുകൊണ്ടുള്ള സമരത്തിലേക്കൊക്കെ കേരളം പോവുകയാണ്. ആ സമയത്ത് ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഈ വിലക്കയറ്റത്തിൽ പൊറുതിമുട്ടുന്നതും കാണാതെ സർക്കാരിന് എത്ര കാലം മുന്നോട്ട് പോകാനാകും? എന്തെങ്കിലും ഇപ്പോൾ ഭക്ഷ്യമന്ത്രിയൊക്കെ തുറന്നു പറഞ്ഞ സാഹചര്യത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഇടപെടൽ പ്രതീക്ഷിക്കാനുണ്ടോ പൊതുജനത്തിന്? വളരെ ഇടപെടൽ അടിയന്തരമായി വേണ്ട ഘട്ടത്തിലാണ് ആയിരുന്നു ഈ ബജറ്റ് നടന്നത്. പക്ഷേ ഈ ബജറ്റിൽ അതുകൊണ്ട് തന്നെ ഭക്ഷ്യവകുപ്പ് വലിയ പ്രതീക്ഷ അർപ്പിച്ചിരുന്നു. ബജറ്റിൽ അതിനുള്ള നിർദ്ദേശം ഉണ്ടായിരുന്നില്ല എന്നതുകൊണ്ട് തന്നെയാണ് ഈ നിരാശയെല്ലാം പല രീതിയിൽ പരസ്യമായി തന്നെ പരോക്ഷമായെങ്കിലും ഈ രംഗത്ത് വരുന്നത്. ഒരു കാര്യം, ഏകദേശം 720 കോടി രൂപയാണ് കരാറുകാർക്ക്, അതായത് വിതരണക്കാർക്ക്, ഈ സപ്ലൈകോയിൽ സാധനങ്ങൾ വിതരണം ചെയ്യുന്നവർക്ക് സപ്ലൈകോ നൽകാനുള്ളത്. ആ കുടിശ്ശിക തീർക്കാനുള്ള പണമെങ്കിലും അതിൻ്റെ ഒരു പകുതിയെങ്കിലും കിട്ടാതെ സപ്ലൈകോ പഴയ രീതിയിൽ തുറന്ന് പ്രവർത്തിക്കാൻ, അല്ലെങ്കിൽ സബ്സിഡി സാധനങ്ങൾ വാങ്ങിവെച്ച് സബ്സിഡി സാധനങ്ങൾ വിൽക്കുന്ന രീതിയിൽ സാധനങ്ങൾ വാങ്ങിവെച്ച് മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നൊരു അവസ്ഥയിൽ തന്നെയാണ് ജനങ്ങളെ സംബന്ധിച്ച് സർക്കാർ ഇത്തരത്തിൽ, അതായത് ശരിയായ രീതിയിൽ ആവശ്യത്തിന് പണം അനുവദിക്കാതെ സപ്ലൈകോ സാധാരണ രീതിയിൽ പ്രവർത്തിക്കുന്നതിനുള്ള വഴിയൊരുക്കാതിരിക്കുന്തോറും ജനങ്ങൾ മറ്റു മാർഗ്ഗങ്ങൾ, അവർക്ക് ഭക്ഷണം കഴിച്ച് ജീവിക്കണമല്ലോ, അപ്പോൾ മറ്റു മാർഗ്ഗങ്ങൾ, മറ്റ് സൂപ്പർ മാർക്കറ്റിലേക്കും മറ്റും പോകേണ്ട അവസ്ഥയിലേക്ക്, അതും ഇല്ലാത്ത കാശ് കൊടുത്ത് ദാരിദ്ര്യത്തിലും ഇത്തരം കൂടുതൽ പണം കൊടുത്ത് സാധനങ്ങൾ വാങ്ങേണ്ട ഒരു അവസ്ഥയിലേക്ക് സർക്കാർ തന്നെ തള്ളിവിടുകയാണ്. പരോക്ഷമായും ഇത്തരം പൊതുവിപണിയിലെ മറ്റ് ഉയർന്ന വിലയിൽ ഒക്കെ വിൽക്കുന്ന മറ്റ് മാർക്കറ്റുകളെ സഹായിക്കുന്ന ഒരു സമീപനം തന്നെയാണ് ഈ സപ്ലൈകോയെ അവഗണിക്കുന്നതിലൂടെ, സപ്ലൈകോയെ തകർക്കുന്നതിലൂടെ. പ്രശാന്ത്, പലതരത്തിലുള്ള നയമാറ്റം, ഇടതുപക്ഷത്തിന്റെ നയമാറ്റം ഈ ബജറ്റിൽ ഉടനീളം നമുക്ക് പ്രകടമാണ്. അങ്ങനെ ആ ഒരു നയമാറ്റത്തിന്റെ ഭാഗമായൊക്കെ നമ്മൾ കരുതേണ്ടി വരുമോ? ഈ പാവങ്ങളെ അല്ലെങ്കിൽ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരാണല്ലോ സപ്ലൈകോയെ കൂടുതലും ആശ്രയിക്കുന്നത്, അവരെ കൈവിടുന്ന ഈ ഒരു പ്രവൃത്തിയിലൂടെ?
അക്ഷയ, ഈ നമ്മുടെ ഈ ഭക്ഷ്യവകുപ്പുമായി ബന്ധപ്പെട്ട് ഇരിക്കുന്ന നമ്മുടെ പരിചയമുള്ള ഉദ്യോഗസ്ഥരെല്ലാം തന്നെ അല്ലെങ്കിൽ ഈ CPI-യുമായി ബന്ധപ്പെട്ട് ATC ബന്ധപ്പെട്ടിരിക്കുന്നവരൊക്കെ തന്നെ പരോക്ഷമായി പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മോടൊക്കെ അല്ലാതെ പറയുന്ന കാര്യമുണ്ട്, അവർ പരസ്യമായി പറയില്ല. കാരണം അതായത് ഈ സർക്കാർ, രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് പ്രധാന ഘടകങ്ങളിലൊന്ന് ജനങ്ങൾക്ക് നൽകിയ ക്ഷേമവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അത് ഈ കോവിഡ് കാലത്ത് നൽകിയ കിറ്റ് തന്നെയാണ്. കിറ്റ് ഒരു പ്രധാന ഘടകം തന്നെയായിരുന്നു. അപ്പോൾ അങ്ങനെ ആ കിറ്റ് നൽകുന്നതിന്, കിറ്റ് തയ്യാറാക്കി വിതരണം ചെയ്യുന്നതിന് മുൻനിരയിൽ നിന്ന നേതൃസ്ഥാനം വഹിച്ച വകുപ്പാണ് ഭക്ഷ്യവകുപ്പ്. ആ ഭക്ഷ്യവകുപ്പിനോട് തിരിച്ച് ഇപ്പോൾ രണ്ടാം ഭരണത്തിന് ശേഷം 2 വർഷം പിന്നിടുന്ന ഈ ഒരു അവസരത്തിൽ അതിന് നിർണായക പങ്കുവഹിച്ച് സപ്ലൈകോ പോലൊരു സ്ഥാപനത്തെ തകർക്കുന്ന ഒരു സമീപനം എടുക്കുന്നതിൽ അവർ വളരെ രോഷാകുലരുമാണ്. അതുകൊണ്ട് തന്നെയാണ് ബജറ്റിൽ ഈ അവഗണന 10 കോടി മാത്രം നവീകരണത്തിന് അനുവദിച്ചുള്ള ഈ അവഗണന കണ്ടതിന് ശേഷം ATUC-യുടെ ഒരു വാർത്താക്കുറിപ്പ്, സപ്ലൈകോയിലെ ATUC സംഘടനയുടെ വാർത്താക്കുറിപ്പ് ഉടൻ തന്നെ പുറത്തു വന്നു ഈ അവഗണനയിൽ പ്രതിഷേധിച്ചുകൊണ്ട്. അതായത് ഭരണപക്ഷ സംഘടനയ്ക്കകത്ത് തന്നെ സപ്ലൈകോയെ തകർക്കുന്ന സർക്കാർ സമീപനത്തിൽ ഉള്ള രോഷപ്രകടനം ശക്തമാണ്. ശരി, പ്രശാന്ത് കൃഷ്ണയാണ് വിവരങ്ങൾ നൽകുന്നത്. എന്തായാലും സപ്ലൈകോയെ സഹായിക്കാനായി സർക്കാർ ഇടപെടൽ ഉണ്ടായേ മതിയാകൂ, കൈപിടിച്ചുയർത്തിയേ മതിയാകൂ എന്നുള്ളതാണ്. ഇപ്പോൾ തന്നെ സാധനങ്ങളൊന്നുമില്ലാതെ കാലിയായിരിക്കുകയാണ് സപ്ലൈകോ.